പൊതുപ്രവർത്തകർ അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അഴിമതിക്കാരാണ്, അവിഹിതമായി സമ്പാദിക്കുന്ന ആളുകളാണെന്നൊക്കെ എല്ലാ കോണുകളിൽ നിന്നും നമ്മൾ കേൾക്കാറുള്ള ഒരു വാർത്തയാണ്. യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും അതല്ലെങ്കിൽ പൊതുപ്രവർത്തകരും അഴിമതിക്കാരാണോ? സാധാരണ ലോക്കൽ പൊളിറ്റിക്സിൽ നിന്നും ഉയർന്നു വന്ന ആളുകളും പഞ്ചായത്ത് മെമ്പർമാരും പല ഘടകങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമൊക്കെ യഥാർത്ഥത്തിൽ സാമ്പത്തികമായി രക്ഷപ്പെട്ട ആളുകളാണോ എന്നൊരു പരിശോധന നടത്തിയാൽ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ. പല പൊതുപ്രവർത്തകരുടെയും ജീവിത സാഹചര്യം വളരെ പ്രയാസത്തിലും ദുരിതത്തിലുമായിരിക്കും. നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ആളുകളുടെ പ്രശ്നങ്ങളും പരിഹരിച്ച് അവരങ്ങനെ ചിരിച്ച മുഖത്തോടെ നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ വീട്ടിലേക്കും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കും എത്തി നോക്കിയാലുള്ളൂ യഥാർത്ഥത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ സാമ്പത്തിക പ്രതിസന്ധിയും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും ലഹരിയും ആസ്വദിക്കാൻ കഴിയും. പൊതുപ്രവർത്തകരുടെ ലഹരി ജനസേവനമാണ്. ആ ജനസേവന പ്രവർത്തനങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ അവരെ അഴിമതിക്കാരാക്കിയൊക്കെ ചിത്രീകരിക്കുമ്പോൾ ചില ആളുകളൊക്കെ ഉണ്ടാവും, ഒരു 5-10% ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാകും. മേജറായി പൊതുപ്രവർത്തന രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന പല ആളുകളും ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടിയാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതം വലിയ പ്രയാസത്തിലും ദുരന്തത്തിലുമൊക്കെയാണ് യഥാർത്ഥത്തിൽ. കുറേ ആളുകളെ സഹായിച്ചിട്ടുണ്ടാവും, പക്ഷെ അവരുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാൻ ആരും തയ്യാറാവാറുമില്ല. പല പൊതുപ്രവർത്തകരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസപ്പെടുന്നതൊക്കെ കാണാനും കഴിഞ്ഞു. എല്ലാം പ്രതികൂലമായ സാഹചര്യത്തിലും അവരുടെ വാക്കുകൊണ്ട് അവരുടെ ശുപാർശ കൊണ്ട് രക്ഷപ്പെട്ട പല ആളുകളും അവരൊന്നും സഹായിക്കാറില്ല. വെള്ള ഷർട്ടും വെള്ള മുണ്ടും എടുത്ത് ജീവിക്കുന്ന പല പൊതുപ്രവർത്തകരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന പ്രയാസവും പ്രതിസന്ധിയും വർണ്ണിക്കാൻ കഴിയാത്തതുമാണ്. പല കാഴ്ചകളും പ്രയാസമുള്ള കാഴ്ചകളാണ് പല പൊതുപ്രവർത്തകരുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തിയാൽ. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്.